Madhuvanam Resorts Parlor Review presents Art Tinglolsom, co-presented by Ashwadi Silks and Studios and New Fashion Weddings Mariyanad. നമ്മുടെ കൂടെ മാപ്പിളപ്പാട്ടിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള ഒരു മിടുക്കി കുട്ടിയുണ്ട്, നമിത അനിൽകുമാർ അല്ലേ. അവള് മത്സരം കഴിഞ്ഞ് ഇറങ്ങി വന്ന് ഫലപ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ സന്തോഷമായിട്ട്, അതായത് ഒന്നാം സ്ഥാനം കിട്ടിയതിന്റെ സന്തോഷത്തിൽ നേരിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ആദ്യം തന്നെ വലിയൊരു കൺഗ്രാറ്റുലേഷൻസ്. ആള് ആദ്യമായിട്ടാണ് സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കുന്നത്. മറ്റ് മത്സരങ്ങളെല്ലാം നടന്ന സമയത്ത് സബ് ജില്ല വരെ എത്തിയിട്ടുള്ളൂ എന്നുള്ളത് നേരത്തെ എന്നോട് പറയാണ്. അപ്പൊ എന്തായാലും സബ് ജില്ലയിൽ കിട്ടി, അവിടുന്ന് ജില്ലയിൽ നിന്ന് കിട്ടി, ഇനി നേരെ സ്റ്റേറ്റിലേക്കാണ്. അപ്പൊ മാപ്പിളപ്പാട്ടിൽ ഒരു മിടുക്കിയായിട്ട് അവിടെ എത്തണം. അപ്പം എന്തായാലും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചു നോക്കാം. മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സർവോദയ വിദ്യാലയം നാലാഞ്ചിറയിലാണ് ഞാൻ പഠിക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ പ്രാക്ടീസും കാര്യങ്ങളും ട്രെയിനിങ്ങും ഒക്കെ എങ്ങനെയായിരുന്നു? അല്ല, ആദ്യം നമുക്ക് ഒപ്പന ഉണ്ടായിരുന്നു. അപ്പോൾ ഒപ്പനയിൽ എനിക്ക് മാപ്പിളപ്പാട്ടിനെ കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ പോയതായിരുന്നു, പക്ഷേ അവിടെ ഒന്നും എനിക്ക് എത്താൻ പറ്റിയില്ലായിരുന്നു, സെക്കൻഡായി പോയി. പിന്നെ ഹാരിസ് സർ വന്നതിന് ശേഷമാണ് മാപ്പിളപ്പാട്ട് എന്താണെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായത്. സാറ് തന്ന സപ്പോർട്ടും ഭയങ്കര ഇതായിരുന്നു. സാറ് എനിക്ക് തെറ്റ് വന്ന സമയത്തും സാറ് ഭയങ്കര കെയർ കൊടുത്ത് ഇങ്ങനെയാണ് മോളെ, ഇതേപോലെയാണെന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്തു തന്നു. കുറേ പ്രാക്ടീസ് ചെയ്തു. സാറ് പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോ ട്രെയിനിങ് സാർ ഇങ്ങനെ തന്നായിരുന്നു. സാറിന് എങ്ങനെയാ പരിചയപ്പെട്ടത്? സാർ ഒപ്പനയ്ക്ക് സെലക്ഷന് വേണ്ടി വന്നായിരുന്നു. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഒപ്പന പോയായിരുന്നു. അതേപോലെ സബിലും നമുക്ക് കിട്ടിയില്ലായിരുന്നു. ഹാരിസ് സാർ വന്ന് നമ്മളെ സ്കൂളുകാർ വിളിക്കണം, അപ്പോൾ നമ്മൾ സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടി നമ്മൾ വന്നായിരുന്നു. അപ്പോൾ ഹാരിസ് സാറിനെ കണ്ടതാണ്. സാർ പറഞ്ഞു പാടി നോക്കാനെന്ന്. അപ്പോൾ നമ്മൾ കുറച്ചൊരു പാടിയിരുന്നു. അപ്പം തന്നെ സാറ് പറഞ്ഞായിരുന്നു, ഒരു ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ സാർ പിന്നെ പറഞ്ഞായിരുന്നു, മോണിനി മാപ്പിളപ്പാട്ടിനും കൂടി കയറാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും പേടിയായിരുന്നു. വേണ്ടല്ലോ. പക്ഷെ സാർ പറഞ്ഞു, ഇല്ല, പിടിക്കാം, സെറ്റാക്കാം, നമുക്ക് ഉഷാറ്, അതൊക്കെ ഇത്രേ ഉള്ളൂ. പിന്നെ സാർ വന്നിട്ട് പറഞ്ഞു ഇതേപോലെയാണെന്ന്. പിന്നെ കുറേ ട്രെയിനിങ് ഒക്കെ തന്നു. ഫോൺ വിളിച്ച് നമ്മൾ ഓരോ പ്രാക്ടീസ് സെക്ഷൻസ് ഒക്കെ നടത്തി. സ്കൂളിൽ വെച്ചും പ്രാക്ടീസ് സെക്ഷൻസ് ഒക്കെ നടത്തി. പിന്നെ എനിക്ക് ഇംപ്രവൈസേഷൻസ് ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ സ്റ്റേറ്റിലേക്ക് എന്തായാലും നല്ല പോലെ പ്രാക്ടീസ് ചെയ്യാം. മോള് മത്സരത്തിൽ പാടിയ ആ പാട്ട്, അത് ആരാണ് രചന, അതൊക്കെ ഒന്ന് പറയാവോ? മർഹം മാളികക്കലകത്ത് കുഞ്ഞ് ഹമീദ് സാഹിബ് അവர்கள் രചിക്കപ്പെട്ട പ്രസിദ്ധമായ ഹുനീൻ പടപ്പാട്ടിൽ നിന്നും ഏതാനും ചില വരികളാണ് ഞാൻ പാടിയത്. ഈശൽ പദമാണ്. സമീരം പൊരുതി ഞാനടാ കുലത്തനേകം ചിരസിലുഷ്ണിഷമുൾ പേരടാ, കുലത്തനേകം ചിരസിലുഷ്ണിഷമുൾ പേരടാ. പുരികൾ എങ്കുമേ ചുരുതി പൊങ്കും മിറുകസംഗമിൽ ചെറിയ ചിങ്കം, പുരികൾ എങ്കുമേ ചുരുതി പൊങ്കും മിറുകസംഗമിൽ ചെറിയ ചിങ്ങം. പോരട ഫരസാളിടാ ഞാനടാ, പാരിലെന്നതോടെ നാമ ശുഹരത്ത് ഗോരഞ്ഞവരുടെ കേമൻ റബിയത്ത് പേരതറിയടാ. സമീരം പൊരുതി ഞാനടാ. പൊളിച്ചടുക്കി. ഇതാണ് പാട്ട്. എങ്ങനെ മാപ്പിളപ്പാട്ട് പാടണം എന്നുള്ളത് ഹാരിസ് സാർ പറഞ്ഞത്. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇത് ഇത്രയും ആക്കി തന്ന ഹാരിസ് സാറിനെ ഒന്ന് വിളിച്ചാലോ? വിളിച്ചോ സാർ? ആദ്യം തന്നെ സാറിനും കൺഗ്രാറ്റുലേഷൻ. സാർ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനാണ്. ഇപ്പോൾ 2ാം വർഷം പൂർത്തിയായി. സജീർ സാറിന്റെ കീഴിലാണ്, ഡോക്ടർ സജീർ സാറിന്റെ കീഴിൽ ചെയ്യുവാണ്. സാറ് മുന്നേ ഇതുപോലെ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? ഞാൻ സംസ്ഥാന കലോത്സവത്തിൽ ഞാൻ 8ാം ക്ലാസ് മുതൽ പ്ലസ് വരെ പങ്കെടുത്തിട്ടുണ്ട്. ദഫ്മുട്ട് അറവനമുട്ട് സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിച്ചിട്ട് ദഫ്മുട്ട് അറവനമുട്ട് പാടിയിട്ടുണ്ട്. പിന്നെ മാപ്പിളപ്പാട്ട് അന്ന് പാടിയിരുന്ന സമയത്ത് ജില്ലയിൽ സെക്കൻഡായിരുന്നു. സാറും നമ്മളുടെ ശിഷ്യയും, അതായത് ഗുരുവും ശിഷ്യയും കൂടി ചേർന്ന് നമുക്കൊരു പാട്ട് പാടിത്തരും. ഒരു പാട്ട്. ഏനുണ്ടോടി മാമഴച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, കമ്മലിട്ടു പൊട്ടു തൊട്ടു ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ.
ഗുരുവും ശിഷ്യയും പൊളിച്ചടിക്കുന്ന തന്നെ പറയാം. മോള് ഫാമിലിയുടെ ഡീറ്റെയിൽസോടെ ഒന്ന് പറയാം. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? എൻ്റെ വീട്ടിൽ പപ്പയുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്. പപ്പ ബയോമെഡിക്കൽ എഞ്ചിനീയർ ആണ്, അമ്മ ഭൂമിക്കരാണ്, ചേട്ടൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അവരുടെ പേരൂടെ പറയാം. പപ്പയുടെ പേര് ജി അനിൽകുമാർ എന്നാണ്, അമ്മയുടെ പേര് ദീപ അനിൽകുമാർ, ചേട്ടൻ്റെ പേര് നവീൻ അനിൽകുമാർ. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും നേരെയാണ്. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, പാട്ട് മുന്നോട്ട് കൊണ്ടുപോവാ. ഇനി വേറെ എന്തെങ്കിലും മത്സരം ഉണ്ടോ ഇന്ന്? ഒപ്പനയുണ്ട്. സാറിന്റെ റിസർച്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും.